മലപ്പുറം ജില്ലയിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് രോഗം ബാധിച്ച 8 പേർ മരിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക. നിലവിൽ 600 ആക്റ്റീവ് കേസുകളുണ്ട്. ജനുവരി മുതൽ ഇതുവരെ മലപ്പുറം ജില്ലയിൽ 4000 പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചതായി DMO വ്യക്തമാക്കി. വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചേരുന്നു. സോണൽ, അങ്ങേയറ്റം ഗുരുതരമായ ഒരു സാഹചര്യം തന്നെയാണ്. നിലവിൽ എന്തൊക്കെ മുൻകരുതൽ നടപടികളാണ് എടുത്തിരിക്കുന്നത്? രോഹിണി, നമ്മളോടൊപ്പം ഇപ്പോൾ ജില്ലാ മെഡിക്കൽ ഓഫീസർ തന്നെ ചേരുന്നുണ്ട്. മാം, എന്തൊക്കെ പ്രതിരോധ നടപടികളാണ് ഈ യോഗത്തിന് ശേഷം നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്? നമ്മളിവിടെ പഞ്ചായത്തും മറ്റു വിവിധ ഡിപ്പാർട്ട്മെൻറ്റും കൂടി ആരോഗ്യവും ചേർന്നിട്ട് ഒരു ഇൻ്റർസെക്ടറൽ മീറ്റിംഗ് കൂടിയിട്ടുണ്ട്. അതിൽ നമുക്ക് ഈ ഇപ്പോൾ പഞ്ചായത്ത് ചാലിയാർ പഞ്ചായത്തിലുള്ള കേസുകളെയും അത് എങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയെല്ലാം വിശകലനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കണ്ടത് പലതും ഹൗസ് ക്ലസ്റ്ററുകളാണ്. കാരണം എവിടെയെങ്കിലും ഒരു കുട്ടിക്ക് അസുഖം വരികയും അവർ വീട്ടിൽ വന്ന് മറ്റുള്ളവർക്ക് അസുഖം കൊടുക്കുന്ന രീതിയാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അസുഖം വരുന്ന ഒരാൾ ചെയ്യേണ്ട കാര്യങ്ങളും മറ്റുള്ളവർക്ക് പകരാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ ജനങ്ങളിലേക്ക് അവബോധം കൊടുക്കാനും അതേപോലെ കൃത്യമായ ചികിത്സ ശാസ്ത്രീയമായ ചികിത്സ തേടുന്നതിനും മഞ്ഞപ്പിത്തം കണ്ടാൽ ഉടനെ ഒറ്റമൂലിയുടെ പുറകെ പോകരുത് എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി കൂടുതലായിട്ട് അവബോധം കൊടുക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നല്ല ശുദ്ധജലം, കുടിവെള്ളം, നല്ല ശുദ്ധജലം കൊടുക്കാൻ വേണ്ടിയുള്ള അവയർനെസ്, അതുപോലെ നമ്മുടെ വാട്ടർ അതോറിറ്റിയും ജലനിധിയുമായി ചേർന്നുകൊണ്ട് ക്ലോറിനേഷൻ, അതേപോലെ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെ കിണറുകളിൽ ബ്ലീച്ചിങ് ചെയ്യാൻ വേണ്ടി, ക്ലോറിനേറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള നടപടികൾക്കൊക്കെ ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. സർവൈലൻസ് കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട്. ഹോട്ടൽ വ്യാപാരികൾ, വ്യവസായികൾ ഉണ്ടായിരുന്നു. അവരും ഈ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റിയെല്ലാം കൃത്യമായിട്ട് അവർക്കും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ രീതിയിലുള്ള പ്രവർത്തനം നടത്തുകയാണെങ്കിൽ നമുക്കിത് തടയാനായിട്ട് കഴിയും. നമ്മൾ ഏറ്റവും ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ മറ്റു പല അസുഖങ്ങളുമുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും അണ്ടർലൈൻ ലിവർ ഡിസീസ് ഉള്ള ആളുകൾക്കാണ് പെട്ടെന്ന് ചെറുപ്പക്കാർക്ക് മരണം വരുന്നത്. അതുകൊണ്ട് അതിനെപ്പറ്റി ഒരു ബോധവൽക്കരണം കൂടെ കൊടുക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നിലവിൽ ജില്ലയുടെ ഈ സ്ഥിതിയിലെ കണക്കുകളൊക്കെ എങ്ങനെയാണ്? നമുക്ക് ഏകദേശം 600ഓളം ആക്റ്റീവ് കേസുകളുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഡെത്ത് റേറ്റ് നമ്മൾ ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറവ് തന്നെയാണ്. പക്ഷേ നമ്മൾ ഓരോ ഡെത്തും നമുക്ക് വളരെ ദുഃഖകരമായ കാര്യമാണ്. അത് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ലക്ഷ്യമിടുന്നത്. ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് കൊണ്ടും ഡെത്ത് ഉണ്ടാവരുത്, അതിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള മുൻകരുതൽ എടുക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്? ജനങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് എല്ലാ ജലജന്യ രോഗങ്ങൾക്കും തടയുന്നതിന് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക, പേഴ്സണൽ ഹൈജീൻ കൃത്യമായിട്ട് നോക്കുക എന്നുള്ളതും, രോഗം പകരാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികളും, കൃത്യമായി ചികിത്സ എടുക്കുക, റെസ്റ്റ് എടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം. പിന്നെ ഉള്ളത്, നമുക്ക് ഗുരുതരമായ അസുഖമുള്ളവർക്ക് വേണമെങ്കിൽ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ കൊടുക്കാൻ കഴിയും. അങ്ങനെയുള്ളവർ, കാരണം നമുക്ക് ഒരുപാട് ആളുകൾ ഈ ഫാറ്റി ലിവറും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എക്ക് വാക്സിൻ വേണമെങ്കിൽ എടുക്കാം. കുറച്ച് കോസ്റ്റ്ലിയാണ്, പക്ഷേ നമുക്ക് റിസ്കി ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം അത് എടുക്കാവുന്നതാണ്. നമ്മൾ പ്രൊമോട്ട് ചെയ്യാനായിട്ട് കഴിയും. ഈ കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു ആശങ്ക, സ്കൂൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ ഒരു കണക്കിന് ഏതൊക്കെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കുക? ആരോഗ്യവകുപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് സ്കൂളുകളിൽ കുടിവെള്ളവും അതുപോലെ തന്നെ ടോയ്ലറ്റ് സംവിധാനങ്ങളും കൃത്യമായിട്ടുണ്ടോ എന്നുള്ള കാര്യവും അതിൻ്റെ ശുചീകരണവും കാര്യങ്ങളാണ് നോക്കുന്നത്. സ്കൂളുകളിലുള്ള കിണറുകൾ ബ്ലീച്ച് ചെയ്യാൻ, ക്ലോറിനേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നിർദ്ദേശം ഓൾറെഡി നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ ഇവിടെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ സ്കൂൾ അസംബ്ലികളിൽ ഈ പറയുന്ന മറ്റ് ജലജന്യ രോഗങ്ങളും അതുപോലെ വെക്ടർബോൺ ഡിസീസ്, പ്രത്യേകിച്ച് നമുക്ക് ഡെങ്കിയും ലെപ്റ്റോയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഈ 2 അസുഖങ്ങൾക്ക് എതിരെയുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി അവയർനെസ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്കെല്ലാം വീടുകളിൽ നിന്ന് അവരവരുടെ വീടുകളിൽ നിന്ന് തിളപ്പിച്ചാറ്റിയ വെള്ളം കൊണ്ടുവരിക, അല്ലെങ്കിൽ സ്കൂളുകളിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം കൊടുക്കാൻ വേണ്ടി പറയുക എന്നുള്ളത്. സ്കൂളുകളിൽ നമ്മുടെ വാട്ടർ പ്യൂരിഫയറിന് പകരം പലർക്കും വെച്ചിരിക്കുന്നത് വാട്ടർ കൂളറുകളാണ് വെച്ചിട്ടുള്ളത്. അത് നമുക്കൊരിക്കലും അഡ്വൈസബിൾ അല്ല. പ്യൂരിഫയർ ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. പല സ്ഥലങ്ങളിലും പ്യൂരിഫയറിന് പകരം വാട്ടർ കൂളറുകളാണ് വെച്ചിരിക്കുന്നത്. കുട്ടികൾ അത് തണുത്ത വെള്ളം എന്നുള്ളതിൽ കുട്ടികളത് പലപ്പോഴും പോയി കുടിക്കുന്ന ഇത് കാണുന്നുണ്ട്. അത് സ്കൂളിൽ നമ്മുടെ DD എഡ്യൂക്കേഷൻ സാറുമായിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കളക്ടറെ നേതൃത്വത്തിൽ കൂടിയ മീറ്റിങ്ങിൽ അത് സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിരോധം അല്ലെങ്കിൽ ജാഗ്രത പുലർത്തേണ്ട സാഹചര്യം തന്നെയാണ് മലപ്പുറത്ത്. എല്ലാവരും കൃത്യമായിട്ടുള്ള ജാഗ്രത സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ്. കാരണം നിലവിലെ സ്ഥിതി അനുസരിച്ച് ഇനി രോഗം മുന്നോട്ട് അല്ലെങ്കിൽ പടരാതിരിക്കാൻ വേണ്ട എല്ലാ മുൻകരുതലുകളും ജനങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. എല്ലാവരും സഹകരിച്ചാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഈ രോഗത്തെ തടയാൻ വേണ്ടി കഴിയൂ എന്നുള്ളതാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെ നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത്. രോഹിണി.
സോണൽ, ഇപ്പോൾ നിലവിൽ 600 ആക്റ്റീവ് കേസുകളുണ്ട് എന്നാണ് DMO പറയുന്നത്. ഏതു വിധേനയും ഇത് ചെറുക്കുന്നതിനുള്ള സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങൾ വേണം, സ്കൂൾ തുറന്നാലും എന്തൊക്കെയാണ് കർശനമായി പാലിക്കേണ്ടത് എന്നും DMO വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും ഇതനുസരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമല്ലേ ആശങ്ക അകറ്റി ഇതിനെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുകയുള്ളൂ. രോഹിണി, എന്തായാലും കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ അനുസരിക്കണം. അതനുസരിച്ച് അനുസരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ഇതിനെ കൃത്യമായി പ്രതിരോധിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെ പറയുന്നത്. കാരണം ജനുവരി മുതൽ ഏകദേശം 4000-ഓളം കേസുകളാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്ന കണക്കാണ് DMO നമ്മളുമായി പങ്കുവച്ചത്. നിലവിൽ 600ഓളം ആക്റ്റീവ് കേസുകൾ ജില്ലയിലുണ്ട് എന്നുള്ള കാര്യവും DMO പ്രധാനമായി പങ്കുവയ്ക്കുകയുണ്ടായി. എന്തായാലും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അത് കൃത്യമായി പാലിക്കണം. ഏതൊക്കെ തരത്തിൽ നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ രോഗത്തെ ചെറുത്തു തോൽപ്പിക്കണം എന്നുള്ള കാര്യം തന്നെയാണ് DMO പറഞ്ഞിട്ടുള്ളത്. അതായത് മറ്റേതെങ്കിലും അസുഖമുള്ളവർക്കും പ്രതിരോധ ശേഷി കുറവുള്ളവർക്കും ഇത് പെട്ടെന്ന് ഗുരുതരമാവാനുള്ള സാധ്യത, ഈ മഞ്ഞപ്പിത്തം ഗുരുതര അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അശാസ്ത്രീയമായ ഒരു തരത്തിലുള്ള ചികിത്സയും നിങ്ങൾ സ്വീകരിക്കരുത്. കൃത്യമായ ശാസ്ത്രീയമായ ചികിത്സ വേണം സ്വീകരിക്കാൻ. സ്വയം ചികിത്സ നടത്തുന്ന ഒരു രീതി അത് മാറ്റണം. ഒറ്റമൂലികൾ, അത് പ്രധാനമായ DMO പറഞ്ഞ ഒരു കാര്യമാണ്. ഒറ്റമൂലികൾക്ക് പുറകെ ഒരിക്കലും പോകരുത്. ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സ മാത്രമേ സ്വീകരിക്കാൻ കഴിയൂ. എങ്കിൽ മാത്രമേ ഈ രോഗത്തെ നമുക്ക് പ്രതിരോധിക്കാൻ വേണ്ടി കഴിയൂ എന്നുള്ള കാര്യമാണ് DMO പറഞ്ഞിട്ടുള്ളത്. എന്തായാലും മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ പ്രദേശത്ത് ഇപ്പോഴും 5 പേർ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അവരുടെ നില ഏകദേശം ആരോഗ്യസ്ഥിതി പൂർണ്ണമായും മെച്ചപ്പെട്ടു വരുന്നു എന്നുള്ള കാര്യം പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും വലിയ ജാഗ്രത പുലർത്തേണ്ട സ്ഥിതിയാണ്. മഴക്കാലം കൂടി അടുത്ത് വരുന്ന സാഹചര്യമാണ്. സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലുണ്ടെങ്കിലും എല്ലാവരും ജാഗ്രത പുലർത്തണം. കൃത്യമായിട്ട് നമ്മളൊക്കെ ഹൈജീൻ ആവണം, വ്യക്തി ശുചിത്വം പാലിക്കണം എന്നുള്ളത് തന്നെയാണ് DMO ഉൾപ്പെടെ നമ്മളുമായി പങ്കുവച്ചിട്ടുള്ളത്. രോഹിണി. ശരി സോണൽ. മലപ്പുറം ജില്ലയിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് രോഗം ബാധിച്ച് 8 പേർ മരിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ. നിലവിൽ 600 ആക്റ്റീവ് കേസുകളുണ്ട്. ജനുവരി മുതൽ ഇതുവരെ മലപ്പുറം ജില്ലയിൽ 4000 പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചതായി DMO വ്യക്തമാക്കി. സോണൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.